പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വലിയ ഒരു വാർത്തയായിരുന്നു AK ബാലന്റെ ഒരു വിവാദ പരാമർശം, അല്ലേ? അതിന് പിന്നാലെ അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു, പലതരത്തിലുള്ള പരാമർശങ്ങൾ, പിന്നീടുള്ള ആളുകളുടെയൊക്കെയും നേതാക്കളുടെയൊക്കെയും പ്രതികരണങ്ങൾ വന്നു. ഓരോ പാർട്ടികളും അത് അവരുടേതായ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞു. അപ്പോൾ ഈ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ, AK ബാലന്റെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ ഈ വിഷയത്തിലെ നിലപാട് LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ CPIM-ന്റെ നിലപാട് മുസ്ലിം സമുദായത്തിനെതിരായ നിലപാട് എന്ന രീതിയിൽ ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് TP രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ഈ ജമാഅത്തിനെതിരായിട്ടുള്ള എടുത്തു വരുന്ന നിലപാട് അത് മുസ്ലിമിനെതിരായിട്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് ചിലർ. യഥാർത്ഥത്തിൽ അത് തെറ്റിദ്ധാരണയാണ്. മുസ്ലിമിന് എതിരായിട്ടല്ല എന്ന് മാത്രമല്ല, മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഐക്യവും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ സംരക്ഷണത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാടല്ല CPM സ്വീകരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. അവരെ കൂടി ചേർത്ത് നിർത്തി അവരെ തന്നെ തകർക്കുന്ന അവരുടെ ഇടയിലുള്ള തീവ്രവാദ നിലപാടുകളെ എതിർക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളിയുടെ എല്ലാ നിലപാടിനോടും LDF-ന് യോജിപ്പില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്തു എന്നത് പൊതുവായ നയത്തിന്റെ മാറ്റമല്ല. വെള്ളാപ്പള്ളി അദ്ദേഹം ഒരു സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യുന്നതൊക്കെയാണ് വലിയ നിലപാടിനോടൊന്നും എല്ലാ നിലപാടിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല. മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്തൊരു പ്രശ്നം തന്നെ ഒരു നയത്തിൻ്റെ മാറ്റമാണോ അത്? മുഖ്യമന്ത്രി ആ വാഹനത്തിൽ പോകുന്ന സമയത്ത് വഴിയിൽ ഇദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചപ്പോൾ അദ്ദേഹവും കൂടെ വന്നു. അതൊരു സാധാരണ സംഭവത്തിൽ വ്യത്യസ്തമായി ഒരു നേരം. ഇപ്പം രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിനെ കയറ്റിയാൽ തെറ്റുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ആ തെറ്റിനെ വിമർശിക്കപ്പെടണം. ഞങ്ങൾ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. അതേ ശരി പറഞ്ഞാൽ ശരി എന്നുള്ള നിലയിൽ അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും. അദ്ദേഹം തെറ്റ് പറഞ്ഞാൽ ആ തെറ്റിനെ വിമർശിക്കുകയും ചെയ്യും. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ബെൻസൺ പറഞ്ഞു തരും കോഴിക്കോട് നിന്ന്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. TP രാമകൃഷ്ണൻ ഈ ചോദിച്ച എല്ലാ വിഷയങ്ങളിലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം കൂടുതൽ ചർച്ച ചെയ്തതും ഈ സജീവമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശമാണ്. അപ്പോൾ അതിൽ CPM-ന്റെ LDF-ന്റെ നിലപാട് എന്താണെന്ന് കൂടി പറയുകയാണ് TP രാമകൃഷ്ണൻ. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നിലയ്ക്ക് തന്നെ തുടരുന്ന സാധ്യത തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് വലിയ വിവാദങ്ങളായി മാറുന്നത്. AK ബാലന്റെ പരാമർശങ്ങളടക്കം നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് പൊതുസമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയായി നിലനിൽക്കുന്നതാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ഇതിലൊരു നിലപാട് വ്യക്തമാക്കുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതായത് മൗദൂദിയുടെ ആശയങ്ങൾക്കെതിരാണ് തങ്ങൾ, അതായത് LDF-ന്റേത് അല്ലെങ്കിൽ CPIM-ന്റേത് മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തിനെതിരാണ് എന്നതാണ് തങ്ങളുടെ നിലപാട്. അല്ലാതെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി വിമർശനം ഉയർത്തുന്നത് അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമല്ല. അത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റായിട്ടുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് പകരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അത്തരത്തിലല്ല. മൗദൂദിയുടെ ഇത്തരത്തിൽ മതരാഷ്ട്രവാദം എന്ന ആശയത്തിന് മാത്രമാണ് തങ്ങൾ എതിരെ നിൽക്കുന്നത്. ആ ഒരു നിലപാട് മാറാൻ, ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെയും തയ്യാറായിട്ടില്ല. അത് തിരുത്താൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. LDF തങ്ങളുടെ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസോ UDF എന്താണ് തങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുടെ നിലപാട് എന്നത് വ്യക്തമാക്കാൻ ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല എന്നതുകൂടിയാണ് TP രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന പല പരാമർശങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാവുകയും അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്ന് ഘടകകക്ഷികൾ ഉൾപ്പെടെ പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഒരു വ്യക്തത അദ്ദേഹം വരുത്തുകയാണ്. അത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളെ കണ്ണടച്ച് വിശ്വസിക്കുകയല്ല തങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ഒരു
സംഘടനയുടെ നേതാവ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ വിമർശിക്കേണ്ട ഘട്ടത്തിൽ തങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും തങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അദ്ദേഹത്തെ വിമർശിക്കേണ്ട ഘട്ടത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വസ്തുതകളെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രതിപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. അത് അവിചാരിതമായി സംഭവിച്ച ഒന്നാണ്. കാരണം അദ്ദേഹം പ്രായമുള്ള ഒരാളായിരുന്നു. അവർ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അവിടെ നിന്നും ആ വേദിയിലേക്ക് പോകുമ്പോൾ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്തു. അതൊരു നിലപാടിന്റെ മാറ്റമൊന്നും തന്നെയല്ല, അത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്ന് മാത്രമാണ് എന്നും LDF കൺവീനർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു വിധത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നിലവിലില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയണമെങ്കിൽ അത് ഇപ്പോൾ ഉള്ള ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ LDF നടത്തിയിട്ടുള്ള വികസനങ്ങൾക്കെതിരാണ് ജനം എന്നതായിരിക്കും അതിനർത്ഥം. പക്ഷേ അപ്പോൾ അത്തരത്തിലൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഇല്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കും. അദ്ദേഹം തന്നെ മുൻപിട്ട് ഇറങ്ങി അദ്ദേഹം തന്നെ നയിച്ചുകൊണ്ട് മൂന്നാമത് ഒരു ഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് LDF കൺവീനർ പറയുന്നത്. അതോടൊപ്പം തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം ഈ കുറ്റ്യാടി സീറ്റിലടക്കം അത് കേരള കോൺഗ്രസ് M ആയിരുന്നു കുറ്റ്യാടി സീറ്റിൽ ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ 2021 തിരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളായിരുന്നു കേരള കോൺഗ്രസ് M-ന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലൊരു സീറ്റ് ഈ കുറ്റ്യാടി സീറ്റായിരുന്നു. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു എതിർപ്പിനെ തുടർന്ന് CPIM തന്നെ അവിടെ മത്സരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ 12 സീറ്റിലായിരുന്നു കേരള കോൺഗ്രസ് M മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ കുറ്റ്യാടി സീറ്റ് തിരികെ നൽകണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് M വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പേരാമ്പ്ര സീറ്റ് അത് UDF-ലായിരുന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസ് M മത്സരിച്ച് വന്നിരുന്ന ഒരു സീറ്റായിരുന്നു പേരാമ്പ്ര. അപ്പോൾ അല്ലെങ്കിൽ പേരാമ്പ്ര സീറ്റ് നൽകണം എന്നൊരാവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം പേരാമ്പ്ര സീറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് TP രാമകൃഷ്ണനാണ്. ഈ വിവാദങ്ങളിലൊക്കെ നിലവിലെ വിവാദങ്ങളിലൊക്കെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ. പ്രത്യേകിച്ച് ഈ AK ബാലനുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിലടക്കം നിലപാട് വ്യക്തമാക്കുന്നു. ഒപ്പം വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റത്തിൽ തെറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുക കൂടി ചെയ്യുമായിരുന്നു TP രാമകൃഷ്ണനെ കൂടെ. കാരണം